ഇവിടെ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നല്ലോ. മറഞ്ഞോ ഇവിടുന്ന്? ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു. വണ്ടിക്കാണെങ്കിൽ പൊല്യൂഷനും ഇല്ല. കഴിഞ്ഞു പോയത് പുറത്താണോ? തപ്പട്ടി ഉണ്ടോ? അയ്യോ, ആ അതെ, പൊല്യൂഷൻ സെൻറ്റർ. അതന്നെ അതന്നെ. അല്ലാ, ഞാൻ പോയി കറങ്ങി വരേണ്ടി വരും. വന്ന ദിശ മാറിപ്പോയി. ഇവിടെ എവിടെയെങ്കിലും പഴുതുകളൊന്നുമില്ല. വാട്ട് ദ ഹെൽ. പോയിട്ട് നമുക്ക് റിട്ടേൺ വരാം. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വണക്കം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ പാലക്കാട് കോയമ്പത്തൂർ ഹൈവേയിലാണുള്ളത്. അപ്പം ഇന്ന് എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റേ പൊങ്കലിൻ്റെ ലീവൊക്കെ അല്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നാട്ടിൽ പോയിട്ട് വരാമെന്ന് കരുതി. അങ്ങനെ ഒരു 3 മണി സമയമായപ്പോൾ ഇപ്പോൾ സമയത്ര ഒരു 3:30 ഉണ്ട് സമയത്ത് ഞാൻ ഇപ്പോൾ നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെറുതെ ഇങ്ങനെ വണ്ടി ഓടിച്ച് എന്തെങ്കിലുമൊക്കെ ടോപ്പിക്ക് സംസാരിക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ ക്യാമറ ഓൺ ആക്കിയതിന്. അപ്പോഴാണ് ആലോചിച്ച് വണ്ടിയുടെ പൊല്യൂഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിവിടെ ഒരു പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യണ ഷോപ്പുണ്ട്. അവിടെ പോയിട്ട് നമുക്കൊന്ന് പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്തിട്ട് കണ്ടിറങ്ങാം. ഇല്ലെങ്കിൽ സീനാണ്. എവിടെയെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ കണ്ട് ഫൈൻ അങ്ങോട്ട് അടച്ചു തരും. അല്ല, നല്ലൊരു ഫൈൻ. പൊല്യൂഷൻ ടെസ്റ്റിന് ഇപ്പോൾ എത്രയാണ്? 2000-3000 തോന്നുന്നു, അറിയാൻ പാടില്ല. എന്തിനാണ് നമ്മളായിട്ട് വെറുതെ 100 രൂപ സേവ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ വെറുതെ എന്തിനാണ് 2000 കൊണ്ട് കൊടുക്കണത്? അതുകൊണ്ട് നമ്മെ പൊല്യൂഷൻ എടുത്തിട്ട് പോകും എന്തായാലും. വഴി മാറിയാ? പൊടി പറപ്പിച്ചാണല്ലോ പോണ ടീം. എവിടെ? എൻ്റെ ജനുവരി 10-ാം തീയതി കഴിഞ്ഞ വർഷം എടുത്തത്. കഴിഞ്ഞ പൊങ്കൽ ഇതേ ടൈമിൽ ഞാൻ പോയപ്പോൾ നാട്ടിൽ പോകണ വഴിക്ക് എടുത്താണ്. കറക്റ്റ് 1 വർഷത്തേക്ക്. ഇപ്പോൾ കറക്റ്റായിട്ട് തിരിച്ച് നാട്ടിൽ പോകണ സമയത്ത് തീർന്നേക്കണം. ഓൺലൈൻ പൊല്യൂഷൻ സെൻറ്റർ തന്നെ. ഇത് തന്നെ. ഡൽഹി വണ്ടിയൊക്കെ എടുക്കുന്നുണ്ടല്ലോ. എന്തായാലും അകത്തളത്തിൽ പോയിട്ട് നമുക്ക് ചോദിച്ചു നോക്കാം. എന്നാ ബൈക്ക് പൊല്യൂഷൻ ടെസ്റ്റ് വേണത്? ആ, അണ്ണാ വണ്ടി മാത്രമാ? അതാ ஸ்டார்ட் பண்ணுமா? இப்போ ஸ்டார்ட் எல்லாம் பண்ண தேவையில்லையே. இப்போ ஸ்டார்ட் பண்ணிட்டு പക്ഷെ എൻ്റെ പൊന്നു ഒരു കണക്കിന് വാങ്ങി. എന്തൊരു പോസ്റ്റായിരുന്നു എൻ്റെ മോനെ. കുറേ നേരമായി നിൽക്കണം. പൊങ്കലിനും എല്ലാവരും നാട്ടിൽ പോണതിൻ്റെ പേരില്ലേ ഒരുപാട് വലിയ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇവിടെ പൊല്യൂഷൻ ടെസ്റ്റും പെർമിറ്റൊക്കെ എടുക്കാൻ വന്ന വണ്ടികളാണ്. തിരക്കൂട് തിരക്ക്. ഒരു കണക്കിന് നമ്മൾ പൊല്യൂഷൻ ടെസ്റ്റ് വാങ്ങി ഇനി കുഴപ്പമില്ല, പേടിക്കാണ്ട് നാട്ടിൽ പോവാം. ആ ഓ
വണ്ടിയൊക്കെ നമ്മൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. കണ്ടില്ല എൻ്റെ വണ്ടിയുടെ കോലം കണ്ടില്ല, എൻ്റെ മോനെ എന്തൊരു പൊടിയാണ്. ഏതെങ്കിലും ദിവസം വണ്ടി കഴുകാന്ന് കരുതിയിട്ട് നമ്മൾ റെഡി ആകുമ്പോഴായിരിക്കും ഒടുക്കത്തെ മഴ. ഇപ്പം ഞായറാഴ്ച വണ്ടി കഴുകാന്ന് കരുതിയിട്ട് ഇറങ്ങിയപ്പോഴാണ് അപ്പോൾ ഒരു മഴ. എന്താണ് നമ്മൾ എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കാൻ നോക്കുമ്പോഴത്തൊക്കെ തന്നെ ഇരിക്കുള്ള അവസ്ഥ. ഇനി എന്തായാലും നാട്ടിൽ പോയിട്ട് കഴുകാൻ സംഭവം. അവിടെയൊക്കെ പൊടിയാണ്. എന്തോ മറ്റേ ഒരുപാട് ലോങ്ങൊക്കെ പോയി വന്ന പോലെയാണ്. പിന്നെ വണ്ടി അങ്ങനെ ഉപയോഗിക്കാറൊന്നുമില്ല, വെറുതെ പൊടിയിലിരിപ്പാണ്. കിലോമീറ്റർ വളരെ കുറവാണ് ഓടിയിരിക്കണത്. അത് വണ്ടി എടുത്തിട്ട് രണ്ട് വർഷം ആറായി. എന്നിട്ട് വെറും 15,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. 15,020 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടം വളരെ കുറവാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതെൻ്റെ കയ്യിലിരിക്കുന്നത് 2024 മോഡൽ CV200X ആണ്. ഇപ്പോൾ ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് ഇത് പേരൊക്കെ മാറ്റി ഇറക്കിയിട്ടുണ്ട്, NX200. ഭയങ്കര ഇതിനേക്കാളും ഫീച്ചേഴ്സൊക്കെ കൂടുതലാണ്. TFT ഡിസ്പ്ലേ ഉണ്ട്, പിന്നെ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്, ഡ്യുവൽ ചാനൽ ABS ഉണ്ട്. പിന്നെ മെയിനായിട്ട് ഇതിനുള്ള സാധനം മറ്റേ നാവിഗേഷൻ ഉണ്ട്. നാവിഗേഷൻ പെട്ടോ മറ്റേ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്. പിന്നെ USB ചാർജിങ് പോർട്ട് ഉണ്ട്. ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ പറയുന്ന സാധനങ്ങളൊന്നും ഈ വണ്ടിയിലില്ല. പക്ഷേ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ വണ്ടി എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് എടുക്കുന്ന സമയത്ത് ഒരുപാട് വണ്ടികൾ പോയി നോക്കിയിരുന്നു. മെയിനായിട്ട് ഇതിന് മുന്നേ എക്സ്പൾസ് പോയി നോക്കിയിരുന്നു. എക്സ്പൾസ് 200, അപ്പോൾ 210 ഒന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 200 പോയി നോക്കി. പിന്നെ വേറെ സെക്കൻഡിൽ ഒരുപാട് വണ്ടികൾ നോക്കി. പിന്നെ ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു NS200 എടുക്കുക, അല്ലെങ്കിൽ RS200, വേറെ പവർ കൂടിയ വണ്ടികളൊക്കെ എടുക്കാമായിരുന്നു. പക്ഷേ എനിക്ക് ഇത് ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ട്. കാരണം നിങ്ങൾക്കറിയാം ഹോണ്ടയാണ് വണ്ടി. അതായത് ഹോണ്ടയാണ്. അപ്പോൾ അതിൻ്റേതായ ബിൽഡ് ക്വാളിറ്റി ഹോണ്ടയ്ക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രൈസ് കുറച്ച് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല, അതിനുള്ള ക്വാളിറ്റി ഉണ്ട് വണ്ടി. പിന്നെ ഇത് ചെറിയൊരു പറയണ ഇത് ഭയങ്കര അണ്ടർ പവറാണ്, നമുക്ക് കൊടുത്ത കാശിനുള്ള വണ്ടിയൊന്നുമില്ല. അതായത് ഈ വണ്ടി നമ്മൾ ഒരു 200cc എന്നൊക്കെ പറഞ്ഞ് പോയി എടുക്കുമ്പോഴാണ് നമുക്ക് ആ പ്രശ്നം വരുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ 200cc അല്ല, 184cc ആണ്. ഒരു 180cc കാറ്റഗറി വരുന്ന ബൈക്കാണ് ഇത്. NS200, ഡ്യൂക്ക് 200, മറ്റുള്ള 200 ബൈക്കുമായിട്ട് കമ്പയർ ചെയ്യാനേ പാടില്ല. പിന്നെ ഇത് എടുക്കുന്നതിന് മുന്നേ ഞാൻ എക്സ്പൾസ് പോയി നോക്കിയായിരുന്നു. അത് ഓഫ് റോഡ് പർപ്പസിനുള്ള വണ്ടിയാണ്. അത് ഇതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല, അത് വേറെ മൂഡ് വണ്ടിയാണ്. പിന്നെ അത് ഓയിൽ കൂൾഡ് എഞ്ചിനാണ്, ഇത് വെറും എയർ കൂൾഡ് എഞ്ചിനാണ്. അപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എക്സ്പൾസ് വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടിക്ക്. പിന്നെ എനിക്ക് ഓഫ് റോഡിനോട് അത്ര താല്പര്യമൊന്നുമില്ല. ഞാൻ മെയിനായിട്ട് ടൂറാണ്, ഹൈവേയിലൊക്കെ ടൂർ ചെയ്യലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പം അതിൻ്റെ പേരിൽ പിന്നെ ഇത് നമുക്കൊരു ബിഗ് ബൈക്ക് ഓടിക്കുന്നൊരു ഫീൽ. അതായത് ഈ റൈഡിങ് പോസ്റ്റർ അടിപൊളിയാണ്, നല്ല അപ്രൈറ്റ് ആയിട്ടിരുന്ന് പോവുക. പിന്നെ നല്ല ഫെയറിങ് ഒക്കെ വന്നതിൻ്റെ പേരിൽ നല്ല അത്യാവശ്യം ഒരു ബിഗ് ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീലാണ്. പവറിൻ്റെ കാര്യമില്ല ഞാൻ പറഞ്ഞത്, ആ ലുക്കാണ് ഞാൻ പറഞ്ഞത്. പവർ എന്ന് പറയാനല്ല, എനിക്ക് ഡീസൻറ്റ് പവറാണ്. ഞാൻ സാറ്റിസ്ഫാക്ഷനാണ് ഇതിനകത്ത്. പിന്നെ കുറേ ആൾക്കാരിങ്ങനെ ഇതിനെ കുറ്റം പറയും, ഇത് വണ്ടി പോരാ, അലമ്പാണ്, പവറൊന്നുമില്ല. അതായത് പവറിന് വേണ്ടിയിട്ടാണ് ഈ വണ്ടി എടുക്കണമെങ്കിൽ ദയവേത് ഈ വണ്ടി എടുക്കണ്ട. നിങ്ങൾക്ക് എവിടെയെങ്കിലും ആഴ്ചയിൽ എവിടെയെങ്കിലും വീക്കെൻഡിൽ ഒരു ടൂറൊക്കെ പോകണം, ഹൈവേയിലൊക്കെ നല്ലൊരു സ്മൂത്തായിട്ട് കാമായിട്ട് പീസ്ഫുള്ളായിട്ട് വണ്ടി ഓടിച്ച് നടക്കണമെങ്കിൽ ഇത് നോക്കാം. ഇതിപ്പോൾ ഇറങ്ങിയേക്കണ മോഡലിൽ ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിരിക്കുള്ളൂ. ബാക്കി എഞ്ചിനൊക്കെ സെയിം തന്നെയാണ്, ഇതേ എഞ്ചിൻ തന്നെയാണ് വെച്ചേക്കുന്നത്. നമ്മുടെ ഹോർണറ്റ് 2.0ൻ്റെ സെയിം എഞ്ചിൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇപ്പുറത്തായിരുന്നു അതുകൊണ്ട് എൻ്റെ വണ്ടിയിൽ നിന്ന് എവിടെ സൗണ്ടൊക്കെ വരണമെന്ന്. പിന്നെ എന്താണെന്ന് പറയണ ഈ വണ്ടി ഓടിക്കേണ്ട രീതി എന്ന് പറയണേ, ഞാൻ എപ്പോഴും കൊണ്ടുനടക്കണ വണ്ടി കാമായിട്ട്, അതായത് പീസ്ഫുള്ളായിട്ട് ഓടിക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. അതായത് സിറ്റിയിലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ഒരു 50-60 സ്പീഡിലൊക്കെ കൊണ്ടുനടക്കും വണ്ടി. ഹൈവേയിൽ കയറുകയാണെങ്കിലോ ഒരു 80 to 90 അടിപൊളിയായിട്ട് ക്രൂസ് ചെയ്യും വണ്ടി എടുത്ത്. വേറെ എന്തെങ്കിലും വൈബ്രേഷനോ നമുക്ക് ഒരുമാതിരി ഇറിറ്റേറ്റ് ആവണ വെറുപ്പിക്കുന്ന രീതിയിലുള്ള നോയ്സോ കാര്യങ്ങളോ ഒന്നുമില്ല.
100 സ്പീഡിൽ പോയി കഴിഞ്ഞാലും എൻജിൻ കാമാണ്, ഒരു തരി വൈബ്രേഷൻ ഒന്നും നമുക്ക് കിട്ടൂല. പിന്നെ ഒരു എൻജിൻ്റെ തരിപ്പ് അത് നമ്മളിങ്ങനെ തൊട്ട് നോക്കിയാൽ മാത്രം അറിയാവുന്നൊരു തരിപ്പ് പോലുള്ളത് അത് മാത്രം കിട്ടുന്നുള്ളൂ. ബാക്കി നമുക്ക് ശരിക്കും വെച്ചാൽ കിട്ടിക്കുമല്ലോ വൈബ്രേഷൻ. ചില വണ്ടികൾ ഇങ്ങനെ ഫെയിലിംഗ് ഉള്ള വണ്ടികളിൽ കുറേ ഇങ്ങനെ സ്പീഡിൽ പോകുമ്പോൾ വൈബ്രേഷൻ അടിക്കും. ആ വൈബ്രേഷൻ ഒന്നും ഇത് വണ്ടിയില്ല. അടിപൊളിയായിട്ട് 80 to 90 അടിപൊളിയായിട്ട് ക്രൂസ് ചെയ്ത് പോവുക. ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ വണ്ടി എടുക്കാൻ കാരണം. എനിക്ക് ഇത്രയും പവറൊക്കെ മതി. അപ്പോൾ ഇത് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ പവർ ഉദ്ദേശിച്ചിട്ട് ഈ വണ്ടി ഇത് കയറണ്ട. നിങ്ങൾക്ക് ടൂർ ചെയ്യാൻ പറ്റിയ വണ്ടി, കാമായിട്ട് നല്ല പീസ്ഫുള്ളായിട്ട് സ്മൂത്തായിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ വണ്ടി, അങ്ങനെ ഒരു വണ്ടി നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ വണ്ടി നോക്കാം. അതായത് എനിക്ക് ഇത് എടുത്തപ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. മൈലേജ് ഉണ്ട് വണ്ടിക്ക്, പിന്നെ യാത്രകൾ അടിപൊളിയായിട്ട് ചെയ്യുക, പിന്നെ സർവീസ് കോസ്റ്റ് കുറവാണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് എൻ്റെ ബഡ്ജറ്റിനെ പറ്റിയത്, എൻ്റെ കപ്പാസിറ്റിക്ക് പറ്റിയ വണ്ടി കറക്റ്റ് ഇതാണ്. എനിക്ക് ഒരു ഇഷ്യൂ ഇല്ല, ഒരു കുഴപ്പമില്ല. പിന്നെ യാത്രയ്ക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ അൾട്രേഷൻ ചെയ്യണം. മെയിനായിട്ട് സീറ്റ് അത്ര കുഷ്യനല്ല. സീറ്റ് കുറച്ച് ദൂരമൊക്കെ പോകുമ്പോൾ ചെറുതായിട്ടും ചന്തിയൊക്കെ വേദനിക്കാൻ തുടങ്ങും. അപ്പോൾ അതൊക്കെ ഒന്ന് ആൾട്ടർ ചെയ്യണം, അത്രേ ഉള്ളൂ. വേറൊന്നും ഈ വണ്ടിക്കകത്ത് വേറൊരു സീനൊന്നുമില്ല. പിന്നെ എനിക്ക് മെയിനായിട്ട് ഈ നെയ്ക്കഡ് ബൈക്ക്, സ്പോർട്സ് ബൈക്ക്, അങ്ങനത്തെ ബൈക്കിനോടൊന്നല്ല താല്പര്യം. മെയിനായിട്ട് എനിക്കിങ്ങനെ അഡ്വഞ്ചർ സെക്ഷന് അഡ്വഞ്ചറിൽ കൂട്ടാൻ പറ്റില്ല ഈ വണ്ടീനെ. അഡ്വഞ്ചറിൻ്റെ ലുക്ക് ഉണ്ടെന്നുള്ളൂ. ഇത് അഡ്വഞ്ചർ പർപ്പസിന് വേണ്ടിയേ ബിൽഡ് ചെയ്തേക്കണ വണ്ടിയല്ല ഇത്. കാണുമ്പോൾ ആ ലുക്കുള്ളൂ. പിന്നെ ഇങ്ങനെ നല്ല ഇത്രയും വലിയ ഫെയറിങ് അല്ല, കുറച്ച് അപ്രൈറ്റ് ആയിട്ടിരുന്ന് ഓടിക്കണ വണ്ടി, ഇങ്ങനെ ഫെയറിങ് ഉള്ള വണ്ടികളോട് മെയിനായിട്ട് താല്പര്യം. അത് കുനിഞ്ഞിരുന്ന് ഓടിക്കാണ്ട് ഇങ്ങനെ അപ്രൈറ്റ് ആയിട്ടിരുന്ന് ഓടിക്കണ വണ്ടികളോട് താല്പര്യം. അപ്പോൾ ഇത് ഓടിച്ച് നോക്കിയപ്പോൾ എനിക്ക് ആ ഒരു ലുക്ക്, നമ്മുടെ റൈഡിങ് പോസ്റ്റർ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൽ കൂടെ ഞാൻ ഇതിൽ മറ്റേ ലെജൻഡറി ക്രാഷ് കാർഡും കയറ്റിയപ്പോൾ ഉണ്ടല്ലോ, ഒന്നും കൂടിയും ബിഗ് ബൈക്ക് പോലെ. അതായത് നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ ബിഗ് ബൈക്ക് ഓടിക്കുന്നൊരു ലുക്കും ഫീലൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഈ വണ്ടി എടുക്കാം. അടിപൊളിയാണ് വണ്ടി ഓടിച്ചെടുക്കാൻ നല്ല അടിപൊളിയാണ്. ബാക്കി നിങ്ങൾക്ക് പവറൊക്കെയാണ് വേണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് പെടച്ചടക്കണേ, അതായത് വണ്ടി എടുത്ത് പെടച്ചടക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പവർ ആണ് വേണ്ടത്. അങ്ങനത്തെ വണ്ടികളോട് താല്പര്യം ഉണ്ടെങ്കിൽ ഈ വണ്ടി നോക്കാതിരിക്കണമല്ലേ. നിങ്ങൾ 200cc വെച്ച് ഈ വണ്ടി എടുക്കും, എന്നിട്ട് അണ്ടർ പവറാന്ന് വണ്ടി പോരാ. നമ്മൾ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ എന്തിനീ വണ്ടി എടുക്കണ്ടായിരുന്നു അങ്ങനെ തോന്നാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. നിങ്ങൾക്ക് പവറാണ് വേണ്ടെങ്കിൽ വേറെ വല്ല 200cc-ലോ 200 മുകളിലുള്ള cc-യിലുള്ള വണ്ടി എടുത്തോ. NS200, ഡ്യൂക്ക് 200, RS200 അങ്ങനത്തെ വണ്ടിയിലൊക്കെ പോയിക്കോ, ഒരു കുഴപ്പമില്ല. എനിക്കിതുവരെ ഇതെടുത്തിട്ട് ഇതെടുക്കണ്ടായിരുന്നു, വേണ്ടായിരുന്നു, വേറെ വണ്ടി എടുത്താൽ മതിയായിരുന്നു, അങ്ങനെയൊന്നും ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എനിക്ക് ഇതിനകത്ത് ഇത്ര നാളായിട്ട് വണ്ടി യൂസ് ചെയ്തതിൽ എനിക്ക് പോരായ്മകളായിട്ട് ഒന്നും തോന്നിയിട്ടില്ല. ആകെ ഞാൻ പറഞ്ഞില്ല, വൈബ്രേഷൻ എന്ന് പറയുന്ന തരിയില്ല. പക്ഷെ ഇത്ര നാൾ യൂസ് ചെയ്തിട്ട് ചെറിയ വൈബ്രേഷൻ വരുന്നുണ്ട്. അതായത് ടോപ്പ് സ്പീഡിലൊന്നുമല്ല. അതെനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ക്രാഷ് കാർഡ് കയറ്റിയില്ലേ, അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചെറുതായിട്ട് വൈബ്രേഷൻ ഫീൽ ചെയ്ത്. അതിൻ്റെ വെയിറ്റ് കൊണ്ടോ എന്തോ കാരണം കൊണ്ടാണ് ഈ സൈഡിൽ നിന്നൊരു സൗണ്ട് വരുന്നത്. അത് ചെറിയ സ്പീഡിലിട്ടാണ്, ഒരു 40 സ്പീഡിലൊക്കെ പോയി. ഇത് ഒരു ടോപ്പ് സ്പീഡല്ല, ഒരു ക്രൂസ് ചെയ്യണം പറ്റിയ സ്പീഡിലൊന്നും എനിക്കത് ഫീൽ ചെയ്യണില്ല. ചെറിയ സ്പീഡ് അത് എപ്പോഴും ഇല്ല, വല്ലപ്പോഴും. അത് ഡെയിലി കേൾക്കില്ല, വല്ലപ്പോഴൊക്കെ വൈബ്രേഷൻ എനിക്ക് കിട്ടുന്നുള്ളൂ. അതൊരു പോരായ്മയായിട്ടൊന്നും പറയാനില്ല. അതെനിക്ക് വലിയ ഇറിറ്റേറ്റായിട്ടും വെറുപ്പിക്കുന്ന രീതിയിലുള്ള സൗണ്ടൊന്നുമില്ല. അത് നമുക്ക് റെഗുലറായിട്ടൊന്നും കേൾക്കാൻ പറ്റില്ല, വല്ലപ്പോഴൊക്കെ കേൾക്കാൻ പറ്റുള്ളൂ. ഒരു ചെറിയ സ്പീഡിലേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പുഷ് ചെയ്യുമ്പോൾ ചെറിയ ഒരു തരിപ്പ്, അതായത് ഈ സൈഡിൽ നിന്ന് അവിടെ നിന്നൊക്കെ വരും. അപ്പോൾ ഒക്കെ 80-90 പോയി കഴിഞ്ഞാൽ വണ്ടിക്ക് ഒരു തരി വൈബ്രേഷൻ ഇല്ല. ഹാൻഡിൽ ബാറിലോട്ടും ഇല്ല, ഇവിടോട്ടും ഇല്ല, ഒരു ശബ്ദം കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് വണ്ടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് വണ്ടി എടുത്തിട്ട് 2 വർഷമായി. ആകെ 15,028 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഞാൻ ആദ്യമേ പറഞ്ഞല്ല, വണ്ടി ഓട്ടം കുറവാണ്. എന്നാലും മെയിനായിട്ട് ഹോണ്ട അതിൻ്റെ പേരിൽ നമുക്ക് വിശ്വസിച്ചെടുക്കുക. അവരുടെ എൻജിൻ്റെ റിഫൈൻമെൻറ്റ്, ആ ഒരു കാരണം കൊണ്ടാണ് മെയിനായിട്ട് ഞാൻ റേറ്റ് കുറച്ച് കൂടുതലായിട്ടും ഈ പ്രൈസ് റേഞ്ചിൽ വേറെ ഇതിനേലും പവർ കൂടിയ വണ്ടി ഉണ്ടായിട്ടും ഞാൻ ഈ വണ്ടി എടുത്തത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. മെയിനായിട്ട് ഈ അഡ്വഞ്ചറിൻ്റെ ലുക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അഡ്വഞ്ചറിൻ്റെ ഉള്ള വണ്ടിയൊന്നുമല്ല. ഇപ്പം എന്നാലും ചെറിയ തരത്തിലുള്ള ഓഫ് റോഡൊക്കെ, ഇപ്പോൾ ഒരു ചെറിയൊരു ഓഫ് റോഡ് വന്നു കഴിഞ്ഞാൽ നമ്മത്
തരണം ചെയ്ത് പോവാം, അതിനകത്ത് ഓടിച്ചൊക്കെ പോവാം നമുക്ക്. പക്ഷേ നമുക്ക് പ്രോപ്പർ ഓഫ് റോഡ് ഓടിക്കുന്ന ഫീൽ കിട്ടൂല. കാരണം ഇതിൻ്റെ സസ്പെൻഷൻ നല്ല ടൈറ്റാണ്, നല്ല, അതായത് മറ്റേ എക്സ്പൾസ് പോകണ പോലെ ഇങ്ങനെ അലയായിട്ട് ഇങ്ങനെ മറ്റേ തിരമാലടിക്കണ പോലെ ഇങ്ങനെ പോകില്ല, ഇതിങ്ങനെ പോകുള്ളൂ. ഹൈവേയിൽ, അതായത് ഹൈവേക്ക് വേണ്ടി ട്യൂൺ ചെയ്തൊരു സസ്പെൻഷനായിട്ടാണ് ഇതിനെ കണ്ടേക്കണത്. ഇത് ഓഫ് റോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇങ്ങനെ കുലിക്കടിച്ച് ഇങ്ങനെ തെറിപ്പിച്ചൊക്കെ പോകണത്. പക്ഷേ എക്സ്പൾസൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ മറ്റേ ഇതിങ്ങനെ പോകും, അങ്ങനെ പോവുള്ളൂ. പക്ഷേ ഇതങ്ങനല്ല. ഇത് ഓഫ് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് മറ്റേ നമുക്കിപ്പോൾ ചിലപ്പോൾ ഇത് ഈ കിറ്റൊക്കെ പറഞ്ഞു പോരാന്നൊക്കെ വിചാരിക്കും, അമ്മാതിരി ഇതായിരിക്കുള്ളൂ. ഞാൻ ഓഫ് റോഡ് അങ്ങനെ പോയിട്ടൊന്നുമില്ല. ചെറിയ ഓഫ് റോഡ്, അതായത് ചെറിയ ഇങ്ങനെ പുഴമണ്ണ്, അതായത് അധികം ഓഫ് റോഡല്ലാണ്ട് നേരെയുള്ള വഴി തന്നെ, അധികം കല്ല് മണ്ണോട്ട റോഡൊന്നും അല്ലാണ്ട് ചെറിയ തരത്തിലുള്ള ഓഫ് റോഡൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്ന് പറയുന്നത്, സസ്പെൻഷൻ നല്ല ടൈറ്റ്, നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞൊക്കെ പോരുമെന്നൊക്കെ തോന്നും. അപ്പോൾ സസ്പെൻഷൻ്റെ പെർഫോമൻസ് അതുപോലെ മെയിനായിട്ട് ഹൈവേ ആണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. ടൂർ ചെയ്യാൻ വേണ്ടി ചെയ്തേക്കുന്ന സസ്പെൻഷനാണ്. കൊരങ്ങൻ. അപ്പോൾ വാളയാർ ബോർഡർ, കേരള തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് നേരെ പാലക്കാട് നേരെ തൃശ്ശൂർ ടു നേരെ കൊടുങ്ങല്ലൂരാണ് എൻ്റെ ജന്മനാട്. അപ്പോൾ ഇങ്ങനെ ദീപാവലി പൊങ്കലൊക്കെ വരുമ്പോൾ ഇങ്ങനെ നാട്ടിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാന്നല്ലാണ്ട് പുറത്തേക്കൊന്നും അങ്ങനെ പോക്കില്ല. നീ പോയിട്ട് ഒരു 4 ദിവസം നിന്നിട്ട് തിങ്കളാഴ്ച റിട്ടേൺ ഇങ്ങോട്ട് വരും, തിങ്കളാഴ്ച ഞായറാഴ്ച വൈകുന്നേരം റിട്ടേൺ ഇങ്ങോട്ട് വരും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ടോപ്പിക് എടുത്ത് അതുപോലെ എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ചെയ്യും. അപ്പോൾ എങ്ങനെ വണ്ടിനെ പറ്റി എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം, ഞാൻ എന്തുകൊണ്ടാണ് ഈ വണ്ടി എടുത്തത്, എന്ത് കാരണത്തിൽ കൊണ്ടാണ് ഈ വണ്ടി എടുത്തത് എന്നൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഇതൊരു വ്ളോഗായിട്ടൊന്നും കാണണ്ട. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ സന്ധിപ്പം. അതുവരയ്ക്കും ഗുഡ് ബൈ.